അമ്മാതിരി പോസ്റ്റ് ഇടുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്തല്ലാതെ പുറത്തല്ലല്ലോ വിശദീകരിക്കേണ്ടത്. പുറത്തു പറയാനുള്ളത് മാത്രമേ പുറത്തു പറയേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പാർട്ടി വിശദമായിട്ട് പരിശോധിക്കും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ നിങ്ങൾ. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു. അതിനാണ് അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. പാർലമെന്റിന് മുമ്പേ അത് ന്യൂനപക്ഷ വർഗീയ പ്രീണനമായിരുന്നെങ്കിൽ അതിനുശേഷം അത് ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിലേക്ക് പോകുന്നു. അല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണതെല്ലാം. UDF ചെയ്തത് വർഗീയ ശക്തികളുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കിയ ചെയ്തേ. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് അവർക്ക് 2 സീറ്റും അതുപോലെ തന്നെ വോട്ടുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ അത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് അന്നേ പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അവരതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിയാണ്.